ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ്മാൻ കരിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നേഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചാണ്. അതായത് അഡ്മിഷന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ ഈ കേരളത്തിന് വെളിയിൽ സീറ്റ് എടുക്കാൻ പോകുന്ന ആളുകളുണ്ട്. അതായത് കർണാടക, തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, അവിടെയൊക്കെ പോയിട്ട് സീറ്റുകൾ എടുക്കാൻ പോകുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ്. അതായത് നമ്മളെ ഇവിടുത്തുള്ള കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് LBS വഴിയോ അല്ലാതെ മാനേജ്മെന്റ് കോട്ടയിലൊക്കെ ആയാലും നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടണം എന്നുള്ളതാണ്. നേഴ്സിങ്ങിന്, BSc നേഴ്സിംഗ് പോലുള്ള നേഴ്സിങ്ങിന്, മറ്റേ ജനറൽ നേഴ്സിംഗ് ആയാലും അങ്ങനെയാണ്. പക്ഷെ പലപ്പോഴും പകുതിയിൽ കൂടുതലധികം ആളുകൾക്കും കേരളത്തിനുള്ളിൽ കിട്ടാറില്ല. കാരണം കേരളത്തിൽ അത്ര സീറ്റേ ഉള്ളൂ. അത് എത്ര ആളുകളോട് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടാതെ വരുന്ന ആളുകൾ, ചില ആളുകൾ ബുദ്ധിപരമായിട്ടൊരു ഇതായിരിക്കും. കാരണം കേരളത്തിൽ നോക്കിയിരിക്കുമ്പോഴും അവർ ഏതെങ്കിലുമൊക്കെ നല്ല കോളേജസിൽ, നല്ല മെഡിക്കൽ കോളേജിൽ, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള കോളേജസിലൊക്കെ സീറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കുഴപ്പമില്ല, അവർക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിലും ജസ്റ്റ് അങ്ങോട്ട് പോയി അത് എടുത്താൽ മതി, ഫീസ് കൊടുത്ത് എടുത്താൽ മതി. അതല്ലാതെ വേറെ അതിബുദ്ധിമാന്മാരായ കുറച്ച് ആൾക്കാരുണ്ട്. കേരളത്തിൽ കിട്ടും, എൻ്റെ കൊച്ചിന് കേരളത്തിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒരുപാട് ആളുകളെ ഈ വർഷം അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ വർഷം എല്ലാ വർഷവും കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾ അവസാനം ഇവിടെ കിട്ടാതെ വരുമ്പോഴത്തേനും ആകെ പെട്ടു. പിന്നെ ഒരു 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 പരാക്രമമായി എവിടെ പോകും, എങ്ങോട്ട് പോകും, തമിഴ്നാട് പോകണോ, കർണാടക പോകണോ, അങ്ങനെ ഒരു ഓടി നടക്കുക. പിന്നെ അവിടെ ചെന്ന് ഇവിടെ ചെന്ന് അങ്ങനെ ഇവിടെ കയറണം അങ്ങനെ ഇത് വരും. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇഷ്ടം പോലെ പരസ്യങ്ങൾ കാണും. കാരണം ഇഷ്ടം പോലെ പരസ്യങ്ങൾ, സീറ്റ് അവൈലബിൾ ഉണ്ട്, ഇന്ന കോളേജ് സീറ്റ് അവൈലബിൾ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പരസ്യങ്ങൾ കാണും. അപ്പൊ അങ്ങനെ ചെന്നിട്ട് കുറെ ആളുകൾ ഒന്നിനും കൊള്ളില്ലാത്ത കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. ശരിക്കും ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വെളിയിലുള്ള കോളേജസ്, അതായത് ഇപ്പൊ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ഇത്തരം ഉള്ള സംസ്ഥാനങ്ങളിലെ നല്ല നല്ല കോളേജസ്, മെഡിക്കൽ കോളേജസ് അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് അല്ലെങ്കിൽ ഓൺ ഹോസ്പിറ്റലിലുള്ള എല്ലാ അംഗീകാരമുള്ള കോളേജസ് ഒക്കെ ഒരു അഡ്മിഷന്റെ ഒരു സമയത്ത് ഏകദേശം ഒരു പകുതിയോട് കൂടി തന്നെ ഏകദേശം സീറ്റുകളൊക്കെ ഫില്ലാവും. കാരണം ആളുകൾ അത്രയ്ക്ക്, ഈ ചില ആളുകൾ അവർ ഉറപ്പാണ് അവർ കേരളത്തിന് വെളിയിലാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്ര നല്ല ക്വാളിറ്റി ഇത് കിട്ടണം. കേരളത്തിൽ ക്വാളിറ്റി കിട്ടില്ലെന്നല്ല, കുറച്ചും കൂടി നല്ല ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ വെളിയിൽ തന്നെ പഠിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ഉള്ളവർ നേരത്തെ തന്നെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പകുതിയോട് കൂടി നല്ല നല്ല കോളേജസിലേക്ക് സീറ്റുകൾ ഫില്ലാവും. പിന്നെ വെരി റെയർ ആയിട്ട് ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ ലാസ്റ്റിൽ ടൈമിലായിട്ട് ചിലപ്പോൾ വന്നേക്കും. പക്ഷെ വളരെ റെയർ ആയിട്ടാണ് ഈ നല്ല കോളേജസിൽ ലാസ്റ്റ് ടൈമിൽ സീറ്റുകൾ വരുന്നത്. ഇനി വന്നാലും ഒന്നോ രണ്ടോ ഒക്കെ വരുള്ളൂ. അതൊക്കെ പെട്ടെന്ന് തന്നെ ഫില്ലായി പോകും. ഇവിടുന്ന് ഈ LBSും കാര്യങ്ങളൊക്കെ കിട്ടാതെ വരുന്ന ആളുകൾക്ക് അത്ര നല്ല കോളേജിൽ കിട്ടാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ലക്കിന് കിട്ടിയെന്ന് വരാം. അപ്പൊ അങ്ങനെ ഒരുമാണ് മെജോറിറ്റി നോക്കുകയാണെങ്കിൽ കിട്ടാത്തൊരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നല്ല കോളേജിൽ കിട്ടാത്തൊരു ഇത് വരുമ്പോൾ എന്തായാലും എവിടെയെങ്കിലും നഴ്സിംഗ് പഠിക്കണമല്ലോ, ഇല്ലെങ്കിൽ ഒരു വർഷം പോവും, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവർ ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിന് വെളിയിൽ ഇത്തരമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന്റെ ഒരു ഡിമാൻഡ് അനുസരിച്ച്, കേരളത്തിലെ നഴ്സിംഗിന് ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡ് അനുസരിച്ച് ഒരുപാട് കോളേജസ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഒരുപാട് കോളേജസ് ചിലപ്പോൾ അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കോളേജസ് ആയിരിക്കും. അവരും ഇതിന്റെ ഒരു ഡിമാൻഡ് കണ്ടിട്ട് അവർക്ക് സെക്കൻഡ് ക്യാമ്പസ്, തേർഡ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്. പക്ഷെ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ഈ പറയുന്ന അംഗീകാരമോ കാര്യങ്ങളോ അത്തരം സീറ്റുകൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ടാണ്. അങ്ങനത്തെ ഇപ്പൊ പുതുതായിട്ട് വരുന്ന സെക്കൻഡ് ക്യാമ്പസ്, തേർഡ് ക്യാമ്പസിനൊക്കെ തന്നെ അംഗീകാരങ്ങൾ പകുതിക്ക് കിട്ടാറില്ല. അവരുടെ ഫസ്റ്റ് ക്യാമ്പസിന് ചിലപ്പോൾ അതിന് അംഗീകാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ പരസ്യം ചെയ്യുന്നത്. അപ്പൊ ആ പരസ്യം കണ്ടിട്ടാണ് പോയി ചേരുന്നത്. അപ്പൊ ചേരുന്ന സമയത്ത് നോക്കുമ്പോൾ സീറ്റിന്റെ ഇതെല്ലാം ഉണ്ട്, INC അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് ഈ തേർഡ് ക്യാമ്പസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്യാമ്പസിലായിട്ട് ചെന്ന് പഠിച്ച് ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് വിട്ടുപോകുന്ന ഒരുപാട് ഇതുണ്ട്. അപ്പൊ നിങ്ങൾ കഴിവതും ഇത്തരം ഇത് ചെയ്യുവാണെങ്കിൽ, ഇനിയിപ്പോ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി കണ്ട് ഇതിന്റെ INC അംഗീകാരം, ഇത് എത്ര സീറ്റിന് അംഗീകാരം ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഇതെല്ലാം വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ ഇതുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഓൺ ഹോസ്പിറ്റലിലുള്ളതിലൊക്കെ കയറാനായിട്ട് ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് മിനിറ്റ് അതൊരു കിട്ടില്ല, പക്ഷെ അതിന്റെ ക്ലിനിക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടണത് അതിനെക്കുറിച്ചൊക്കെ അവിടെ പഠിക്കുന്ന കുട്ടികളോട് കാര്യങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് മാത്രം സീറ്റ് എടുക്കുക. ഇപ്പൊ ഈ വർഷം നിങ്ങൾക്ക് സീറ്റ് ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഓടി പിടിപ്പിടിത്ത് പോയിട്ട് ഏതെങ്കിലും കൊള്ളില്ലാത്ത ഇതിൽ ചേരരുത്. കാരണം അങ്ങനെ ചേർന്നവർ ഒരു വർഷം കഴിഞ്ഞ് നിർത്തി പോരുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് നിർത്തി പോരുന്നുണ്ട്. അപ്പൊ അത് കണ്ട് നോക്കി ചെയ്യുക. അപ്പൊ ആളുകളോട്, അവിടെ പഠിക്കുന്നവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻസ് ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. കാരണം ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടേ ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൊന്നും അഡ്മിഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവർക്കത് സക്സസ് ആവുന്നില്ല. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ 1-2 പേഴ്സണൽ
ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിച്ചു പലരിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷമെങ്കിലും പോകുന്നവരൊക്കെ അത് പ്രോപ്പറായിട്ട് കേരളത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ പേജസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് 2 ഫോളോ ചെയ്തിട്ട് മാത്രം അയക്കുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇതിൻ്റെ എൻ്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളാകെ ഒരു ഫോളോ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ചിലവർ അവർക്ക് ഇൻഫർമേഷൻ കിട്ടണം, അത് കഴിഞ്ഞിട്ട് ഫോളോയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ലാതെ പോകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്